പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വാസവൻ എന്തുകൊണ്ടാണ് വിക്രമിന്റെ വീട് ജപ്തി ചെയ്യാൻ സമ്മതിക്കാതെ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിക്രം ഇങ്ങനെ വേദയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് രാത്രി വാസവന്റെ വീട്ടിലേക്ക് വാസവന്റെ ഭാര്യയും കുഞ്ഞും മാത്രമുള്ള സമയത്തിന് വിക്രമും കൂട്ടുകാരും കയറി വരുന്നുണ്ട്. വിക്രം അങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു ചെയറിലേക്ക് ഇരുത്തിയതിന് ശേഷം അവരിങ്ങനെ കെട്ടിവിട്ടിട്ടുണ്ടാവും. എന്നിട്ട് വിക്രം അങ്ങോട്ടേക്ക് വന്നിട്ട് അനിയൻകുട്ടനോട് പറഞ്ഞിട്ട്, അനിയൻകുട്ട അവരുടെ കെട്ടഴിച്ചുവിട്, എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. ഇതേ സമയത്തിന് വിക്രമിനെ കണ്ട സമയത്തിന് വാസവന്റെ ഭാര്യയും അതുപോലെ കുഞ്ഞും ആകെ അങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുമായിരിക്കും. വിക്രം പറഞ്ഞിട്ട്, നിങ്ങൾ എന്നെ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഒരിക്കലും ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും വേണ്ടിയിട്ടല്ല ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ പാവങ്ങളാണെന്നും നിങ്ങൾ യാതൊരു തെറ്റു ചെയ്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. എന്നിട്ട് വിക്രം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, എൻ്റെ പേര് വിക്രം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും പരസ്പരം അമ്മയും മോളും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. രേണു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് പിടിച്ചോണ്ട് വന്നത്, അല്ല നിങ്ങളൊക്കെ ആരാന്ന് പേടിയോട് ചോദിക്കും. വിക്രം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേര് വിക്രം, ഇവിടെ ഒരു ഗുണ്ടയായിട്ടാണ് എല്ലാവരും എന്നെ അറിയപ്പെടുന്നത്. എന്നിട്ട് വിക്രം വാസവനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അമ്മയോടും മോളോടും പറയുന്നുണ്ട്. വരുണിനെ കുറിച്ചും വരുൺ ഒരു പാവം പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നതിനെ പറ്റിയിട്ടും അങ്ങനെ വിക്രം ഓരോ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. വാസവൻ തന്നെ ചതിച്ചതും വേദിയെ തട്ടിക്കൊണ്ടുപോയതും അതുപോലെ തന്നെ തൻ്റെ വീട് ഇപ്പോൾ ജപ്തിയുടെ വക്കീലാണെന്നുള്ള സകല കാര്യങ്ങളും വിക്രം അവരോട് തുറന്നു പറയും. വിക്രമിൻ്റെ വാക്കെല്ലാം കേട്ടിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ ആയിരിക്കട്ടെ വിക്രമിൻ്റെ ഭാര്യയും മകളും നിൽക്കുന്നത്. വിക്രം പറയുന്നുണ്ട്, ഞാൻ കാരണം എൻ്റെ വീട് പൊളിക്കേണ്ടി വന്ന പിന്നെ അതൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണത്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനെയും അമ്മയും പെരുവഴിയിൽ ഇറക്കി വിടാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ ഇവിടെ കഴിഞ്ഞേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ വിക്രം ഇങ്ങനെ തുറന്നു പറയുന്ന സമയത്തിന് വാസവൻ്റെ മകളും അതുപോലെ ഭാര്യയും ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഇന്നത്തേക്ക് ഈ ഒരു ദിവസം ഇത് ചെയ്യാനേ എനിക്ക് മറ്റു നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറയായിരിക്കട്ടെ വിക്രം. അങ്ങനെ വിക്രം ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം വിക്രം ഇങ്ങനെ വേദയോട് പറയുന്ന സമയത്തിന് വേദക്ക് വല്ലാതാവുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും ശരി, വാസവനോടുള്ള ദേഷ്യം നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മകളോടും ചെയ്യരുതായിരുന്നു. അതും ആ കുട്ടിയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ അത് മോശമായി പോയി. ആ കുട്ടി അന്നത്തെ ദിവസം എത്രമാത്രം സന്തോഷിക്കേണ്ടതായിരുന്നു. ശരിക്കും ആ അമ്മയും മോളും വല്ലാതെ പേടിച്ചിട്ടുണ്ടാവുമെന്ന് പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, എൻ്റെ മുന്നിൽ മറ്റു വഴിയൊന്നും ഇല്ലായിരുന്നു. എനിക്കെൻ്റെ അച്ഛനും അമ്മയും വീട്ടുകാരും തന്നെയാണ് വലുത്. ഞാനേതായാലും അവർക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെ തിരികെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. അന്നേരം വേദ പറഞ്ഞിട്ട്, അതുകൊണ്ടൊന്നും ആയില്ല വിക്രം. വിക്രം ചെയ്തത് അവരോട് ചെയ്തത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് വിക്രം ചെയ്ത തെറ്റിന് ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത തെറ്റിന് ഇനി അവരോട് പോയിട്ട് അവരുടെ മുന്നിൽ പോയിട്ട് മാപ്പ് ചോദിക്കണം. പിന്നെ ആ കുട്ടിയുടെ പിറന്നാളിന് കേക്ക് മുറിച്ച് ആഘോഷിക്കാനും നിങ്ങൾ അനുവദിച്ചില്ല. ഏതായാലും നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലണം, അവരോട് മാപ്പ് പറയണം. ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നമുക്കൊരു കേക്ക് വാങ്ങിച്ചിട്ട് ആ കേക്കും കൊണ്ട് പോയിട്ട് ആ കുട്ടിയോട് മാപ്പ് പറയണമെന്നൊക്കെ പറയും. അന്നേരം വിക്രം പറഞ്ഞിട്ട്, അതൊന്നും വേണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞതല്ലേ, അവർക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തു. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ അമ്മക്കും മോളോടും എന്നോട് ദേഷ്യമൊന്നുമില്ല. അന്നേരം വേദ പറഞ്ഞിട്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല വിക്രം, ഏതായാലും നമുക്ക് അവിടം വരെ പോയേ പറ്റൂ. അങ്ങനെ വേദ വല്ലാതെ നിർബന്ധിക്കുന്ന സമയത്തിന് വിക്രം അതിനെ സമ്മതിക്കാണ്. എങ്കിൽ ശരി വേദ, നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടേക്ക് പോവാം, എന്നിട്ട് നമുക്ക് അവരോട് പോയി മാപ്പ് പറയാം. വിക്രം മാത്രമായിട്ട് മാപ്പ് പറയാൻ പോകുന്ന സമയത്തിന് ഞാനും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വേദ നിർബന്ധിച്ചുകൊണ്ടായിരിക്കട്ടോ വിക്രമിൻ്റെ കൂടെ തന്നെ പോകുന്നത്. ഇപ്പം തന്നെ ഞാൻ റെഡിയായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വേദ പെട്ടെന്ന് റെഡിയായിട്ട് വിക്രമിൻ്റെ കൂടെ പോകും. വിക്രമും വേദയെ നേരെ വാസവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്തിൻ്റെ വാസവൻ്റെ ഗുണ്ടകൾ വിക്രമിനെ കാണുന്ന സമയത്തിന് അവിടെ അങ്ങ് തെരഞ്ഞു നിർത്തും. അന്നേരം വിക്രം ദേഷ്യപ്പെട്ടിട്ട് അവരെ നോക്കി പറഞ്ഞിട്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കുക, എനിക്കിപ്പം തന്നെ വാസവൻ സാറിൻ്റെ ഭാര്യയും മകളെയും കാണാം. ഏതായാലും ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ അവരെ കണ്ടിട്ടേ പോവുള്ളൂ. വെറുതെ നിങ്ങളായിട്ടൊരു സീൻ ഉണ്ടാക്കരുത്, നിങ്ങൾക്ക് എന്നെ അറിയാലോ, മാറി നിൽക്കടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരെ തള്ളി മാറ്റിക്കൊണ്ടായിരിക്കട്ടെ വിക്രം വേദയെ കൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്നത്. അന്നേരം ഗുണ്ടകൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ വിക്രമിനെയും വേദയെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. അവരേതായാലും അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം വാസവൻ്റെ ഭാര്യയും മകളെയും കാണും. അവർ വളരെയധികം സന്തോഷത്തോട് പുഞ്ചിരിച്ചു കൊണ്ടായിരിക്കട്ടെ വിക്രമിനെ അകത്തേക്ക് സ്വീകരിക്കുന്നത്. വിക്രം പറയുന്നുണ്ട്, നിങ്ങളെ കാണണമെന്ന് മനസ്സിൽ തോന്നി, ഇന്നത്തെ ആ വെപ്രാളത്തിൽ നിങ്ങളോട് ഇന്ന് കാണാനും സംസാരിക്കാനൊന്നും പറ്റിയില്ല എന്ന് പറയുന്ന സമയത്തിന് മോള് ചോദിക്കുന്നത്, ഇതാരാ ചേട്ടൻ്റെ ഭാര്യയാണോ എന്ന് ചോദിക്കും. അന്നേരം വിക്രം അതേന്ന് പറയുന്ന സമയത്തിന് വേദ ഇങ്ങനെ ചിരിക്കാണ്. എന്നിട്ട് മോളോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളുടെ പേരെന്താന്ന് ചോദിക്കും. മോളുടെ പേര് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഇന്നലെ മോളുടെ പിറന്നാളായിരുന്നു അല്ലേ, എന്നിട്ട് ആ ഒരു ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. സാരമില്ല, അതിന് പകരമായിട്ട് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വിക്രം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി ആ കേക്ക് കട്ട് ചെയ്തിട്ട് ഇന്ന് ആ ബർത്ത്ഡേ അങ്ങ് ആഘോഷിച്ചാലോ എന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്തിന് വാസവൻ്റെ മോൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മോള് ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച് വേദ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് വിക്രമിന് വല്ലാത്ത കുറ്റബോധം തോന്നിട്ട് വിക്രം പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ആ സമയത്ത് ഇന്നലെ എനിക്ക് അങ്ങനെ ചെയ്യാനാ തോന്നിയത്.
ഞാൻ ചെയ്തത് തെറ്റാണെന്നറിയാം, നിങ്ങൾ എന്നോട് പൊറുക്കണമെന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് വാസവൻ്റെ ഭാര്യ ചിരിച്ചുകൊണ്ട് തന്നെ വിക്രത്തിനോട് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളില്ലേ, ഏതായാലും നിങ്ങളുടെ വീട് പൊളിക്കേണ്ടി വന്നില്ലല്ലോ. എൻ്റെ ചേട്ടൻ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുവാണ്. വേദ പെട്ടെന്ന് അവരോട് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളോടൊക്കെ സോറി പറയണമെന്ന് വിക്രമിനുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് വിക്രത്തിന് ദേഷ്യം വന്നിട്ട് വേദ എങ്ങനെ തുറപ്പിച്ചു നോക്കും. വിക്രം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാനും കൂടെ വിക്രമിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ കൂടെ പോകുന്നതാണെന്ന് പറയുന്ന സമയത്തിന് വിക്രമിന് ഒന്നും മനസ്സിലാവാതെ അമ്പരന്ന് വേദയെ ഇങ്ങനെ നോക്കി നിൽക്കും. ശരിക്കും വേദയാണ് വിക്രമിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെങ്കിൽ പോലും വിക്രമാണ് തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന രീതിയിൽ അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തിന് വിക്രമിന് ശരിക്കും അത്ഭുതം തോന്നിപ്പോവാട്ടോ വേദയുടെ ആ ഒരു പെരുമാറ്റത്തിൽ. അത്ഭുതത്തോടു കൂടി തന്നെ വിക്രം വേദയത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ടെന്ന് മാത്രമല്ല ആ ഒരു കൊണ്ടുവന്ന കേക്ക് നേരെ എടുത്തിട്ട് മേശപ്പുറത്ത് വെക്കും. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കട്ടോ ആ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. എന്നാൽ അവരോടൊപ്പം ഇത്രയും വലിയൊരു സന്തോഷം പങ്കിട്ടതിന് വേദയോട് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നിപ്പോവാണ് വിക്രത്തിന്. വേദ പറഞ്ഞതുപോലെ ഇപ്പോൾ താൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തനിക്ക് വലിയൊരു നഷ്ടമായിരുന്നു എന്നും മോളുടെ ഈ ഒരു സന്തോഷം ഒരിക്കലും തനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ മതിമറന്നുകൊണ്ട് തന്നെ വിക്രം അവരുടെ കൂടെ തന്നെ വളരെയധികം സ്നേഹത്തോടെ തന്നെ സമയം പങ്കിടുന്നുണ്ട്. വിക്രമിനാണെങ്കിൽ വേദയോടുള്ള ഇഷ്ടം കൂടി കൂടി വരികയാണ്. വേദയുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തി തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. വേദയാണെങ്കിൽ വിക്രമിൻ്റെ മനസ്സിൽ കൂടുതൽ കൂടുതൽ സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയത്തിന് വേദയുടെ വീട്ടിലാണെങ്കിൽ വേദയുടെ മുത്തശ്ശിയും പത്മവും കൂടി വിക്രമിനെയും വേദയും എത്രയും പെട്ടെന്ന് തന്നെ വേർപെടുത്താൻ വേണ്ടിയിട്ട് അതിനുള്ള സംസാരമായിരിക്കും. സുധാകരൻ മാഷിൻ്റെ വീട് ജപ്തി ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് സാവിത്രി അമ്മയെ വിളിക്കുന്നുണ്ട് മുത്തശ്ശി. പത്മം പറയുന്നുണ്ട്, അമ്മ നോക്കിക്കോ, ഇനി അധികം വൈകാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വേദ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തും. ആ വീട്ടിൽ നിന്നും എന്തായാലും വേദമോൾക്ക് ഇറങ്ങേണ്ടി വരും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, വേദമോളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, എത്ര വിളിച്ചിട്ടും അവളെ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് മുത്തശ്ശി ടെൻഷനോടെ നിൽക്കുകയാണ്. അന്നേരം പത്മം പറഞ്ഞിട്ട്, ഇനി എന്തിനാണമ്മേ നമ്മൾ പേടിക്കുന്നത്, ആ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും വേദമോളുടെ നഷ്ടമായില്ലേ, അതുകൊണ്ട് തന്നെ നമുക്കിനി പേടിക്കാനൊന്നുമില്ല. ഒരു വീട് പോലും ഇല്ലാതെ വിക്രം പിന്നെ വേദയുമായിട്ട് എങ്ങോട്ടേക്ക് പോവും, എവിടെയും പോവില്ല, വേദ ഏതായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. അധികം വൈകാതെ തന്നെ വേദമോൾ ഇനി ഇവിടെ ഉണ്ടാവുമെന്നൊക്കെ ചിന്തിച്ച് പത്മം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. മുത്തശ്ശി വീണ്ടും വേദ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അവസാനം വേദ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് വേദമോളെ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തന്നെ വേദ ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടെ മുത്തശ്ശിയോട് സംസാരിക്കുന്നത്. വേദ പറഞ്ഞിട്ട് വീടിൻ്റെ ജപ്തിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് മുത്തശ്ശി, ഇനി എത്രയും പെട്ടെന്ന് തന്നെ ലോണൊക്കെ തിരിച്ചടക്കണം, അതിനുള്ള സാവകാശമൊക്കെ ബാങ്കിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അന്നേരം മുത്തശ്ശിക്ക് ഒരു അത്ഭുതമായിരിക്കട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല അതെങ്ങനെയാ മോളെ എന്ന് ചോദിക്കുന്ന സമയത്തിന് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങനെ പറയാൻ തുടങ്ങും. എന്നിട്ട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേണ്ട മുത്തശ്ശി, അതൊക്കെ പിന്നെ പറയാം. വേദിയുടെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ കമലമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം അങ്ങോട്ടേക്ക് വന്നതോടുകൂടി തന്നെ കമലമ്മ അവിടെ നിന്നും മാറും. വിക്രം വരുന്നതും കണ്ടുകൊണ്ട് തന്നെ മുത്തശ്ശിയോടായിട്ട് വേദ പറഞ്ഞിട്ട്, പിന്നെ വിളിക്കാം മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. വിക്രം വന്നതിന് ശേഷം വേദിയോട് പറഞ്ഞിട്ട്, ഈ വീട്ടിൽ നിന്ന് നമ്മളെങ്ങാനും ഇറങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ നിനക്ക് പോവാൻ നിന്റെ വീടുണ്ട്. അന്നേരം വേദക്ക് ദേഷ്യം വരട്ടെ. വേദ പറഞ്ഞിട്ട്, അങ്ങനെ പോവേണ്ടി വന്നാൽ പോലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോവില്ല എന്നിങ്ങനെ വേദ പറയുന്ന സമയത്ത് തന്നെ വിക്രം പറഞ്ഞിട്ട്, എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഒരിത്തിരി പോലും നിന്നോട് ദേഷ്യമില്ല. എൻ്റെ മനസ്സിൽ എവിടെയോ ഒരിടം നിനക്കുണ്ട്, അല്ലാതെ ഒരിക്കലും എൻ്റെ കൂടെ ഈ വീട്ടിൽ നിനക്കൊരിക്കലും ഒരുപാട് കാലമൊന്നും താമസിക്കാൻ കഴിയില്ല. അറിയാതെ എപ്പോഴും നിന്റെ കൂടെ ഇങ്ങനെ ജീവിച്ച് ഞാനും ഇപ്പോൾ അത് ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നിങ്ങനെ വിക്രം പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. വേദ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ വിക്രമെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.